വെൽക്കം ടു കാർ ക്ലബ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന രണ്ട് ഓഫ് റോഡ് താരങ്ങളാണ് എനിക്ക് എടുക്കുന്നത്. സോ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജപ്പാൻ മെയ്ഡ് ആയിട്ടുള്ള ഏഷ്യൻ കോണ്ടിനെന്റിൽ പെടുന്ന നമ്മുടെ ഓഫ് റോഡ് താരം മിറ്റ്സുബിഷി മോണ്ടറോ. ആൻഡ് രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയുടെ സ്വന്തം ജീപ്പ് റാംഗ്ലർ. ഈ രണ്ട് എന്താ പറയുക, നമ്മുടെ ഓഫ് റോഡ് താരങ്ങളെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഈ വീഡിയോ മറക്കാതെ മുഴുവൻ കാണുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ജീപ്പ് റാംഗ്ലർ. ഇത് കമ്പനി സർവീസ് തന്നെയാണ് വരുന്നത് വിത്ത് പെട്രോൾ എഞ്ചിൻ. വളരെ എക്സലന്റ് ആയിട്ടാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇത് ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് വിത്ത് 4 സിലിണ്ടർ. ഒപ്പം തന്നെ ഈ ഓഫ് റോഡ് വാഹനങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെസ്, അത് 4 വീൽ ഡ്രൈവ് ആണ്. 4 വീൽ ഡ്രൈവ് ഇല്ലാത്തൊരു ഓഫ് റോഡ് വാഹനം എന്തായാലും ഉണ്ടാവില്ലല്ലോ അല്ലേ. സോ 4 വീൽ ഡ്രൈവിൽ തന്നെ നമുക്ക് ഈ ടയേഴ്സ് കറക്റ്റ് ഒരു ഓഫ് റോഡിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള എംപ്റ്റി ടയേഴ്സ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒപ്പം തന്നെ ഇതിന്റെ സൈഡ് ബോഡി കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ഉള്ളത് കൊണ്ട് തന്നെ, അതായത് കമ്പനിയിൽ തന്നെ സർവീസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഡെൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പ്ലസ് റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. വേറെ മേജർ ഇഷ്യൂസ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഓട്ടോമാറ്റിക് ഇത് 2021 മോഡൽ ആയതുകൊണ്ട് തന്നെ 4 കൊല്ലത്തെ പഴക്കം മാത്രമാണ് വണ്ടിക്കുള്ളത്. ഒപ്പം തന്നെ ഈ വണ്ടിയുടെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടബിലിറ്റി ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേരിട്ട് നമ്മുടെ ഷോറൂം ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിലാണ് നമുക്കത് ഡ്രൈവ് കറക്റ്റായിട്ട് ഇത് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാനും നമ്മുടെ ഷോറൂമിലെ സർവീസിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുക. ഇത് നമ്മുടെ തൃശ്ശൂർ മരത്താക്കര ജംഗ്ഷൻ എത്തണറ്റ് മുന്നേ തൃശ്ശൂർ ടോൾ പ്ലാസ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വരുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. സോ ഈ ടയറിന്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80+% സ്റ്റിൽ ടയർ, 4 ടയറും അവൈലബിൾ ആണ്. പിന്നെ ജീപ്പ് റാംഗ്ലറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓഫ് റോഡ്, അതായത് 90% ഓഫ് റോഡ് വാഹനങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് സ്പെയർ വീൽ എന്ന് പറയുന്നത് ബാക്കിലായിരിക്കും ഇരിക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഇതിന്റെ മറ്റു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇന്റീരിയറിലാണ്. നമുക്ക് ഇന്റീരിയറിലേക്ക് പോവാം. സോ നമുക്ക് ഇന്റീരിയറിൽ കയറുമ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് AC ഒന്ന് ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് വളരെ കൂളാണ്. അതായത് എൻജിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വൈബ്രേഷൻ, ഒരു പ്രീമിയം കാറാണ് ഇത്. ഓട്ടോമാറ്റിക്കായിട്ടും പ്രീമിയം കാറിലെ പോലെ തന്നെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു അനക്കം നമ്മൾ അറിഞ്ഞിട്ടില്ല. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മീഡിയയുടെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പെൻഡ്രൈവ്, ഒരു C ടൈപ്പ് ഓക്സ് ആണ് ഉള്ളത്. പിന്നെ നമുക്ക് സിഗരറ്റിന്റെ ഒരു സാധനം, അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പഴയ ബേസ് മോഡൽ വണ്ടിയിൽ തൊട്ട് വരുന്നൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നണേ കുറച്ച് പ്രീമിയം വണ്ടിയിലൊന്നും ഞാൻ അതിപ്പോൾ കാണാറില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പൊ അതിന് ഉള്ളൊരു മൂഡാണല്ലോ, ആ രീതിയിലായിരിക്കും മേ ബി അത് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ AC നല്ല പക്ക ചിൽഡ് AC ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെയുള്ള ഹാൻഡ് റെയിൽസുകൾ, അതായത് കയറുമ്പോൾ ഉള്ളത് 4 ഡോറിലും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കമ്പനി ഫിക്സ് ചെയ്തിട്ടുള്ള തന്നെയാണ്. പിന്നെ ഇതിന്റെ റൂഫ് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ഒക്കെ ഓരോ ലോക്കുകൾ വെച്ചിട്ടുണ്ട്. ഈ ലോക്കൊക്കെ നമുക്ക് അഴിച്ചിട്ട് നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഓപ്പൺ ഡ്രൈവ് തന്നെ ഇതിൽ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ സീറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ലെതർ സീറ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നണ ഇത് കമ്പനിയിൽ തന്നെ വരുമ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. ബേസിക് ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇത് വരുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇതാണ്. അപ്പൊ ഇതിൽ കാണിക്കുന്നത് ഒരു ഈ പറഞ്ഞ പോലെ RPM മീറ്ററും പ്ലസ് സ്പീഡോമീറ്ററും പ്ലസ് ഫ്യൂവൽ ഗേജ് നോർമൽ വണ്ടിയിലുള്ള പോലെ. പിന്നെ നമുക്ക് ഗിയറിന്റെ ഷിഫ്റ്റ്, അതായത് ഇപ്പോൾ ഡ്രൈവിലാണോ കാര്യങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സംഭവമുണ്ട്. ഒപ്പം തന്നെ 4 വീൽ ഡ്രൈവ്, ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക്. അപ്പൊ ഇതിന്റെ പവർ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഊഹിച്ചാൽ നിങ്ങൾക്ക് ഇതൊരു ഐഡിയ കിട്ടും എത്രത്തോളം ഇത് ക്ലൈംബിംഗ് ഒക്കെ എത്രത്തോളം ഹെവി ആയിരിക്കും എന്നുള്ളത്, പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റിന്റെ ഞാൻ പറഞ്ഞു ലെതർ സീറ്റ്. ഇനി എനിക്കിത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട്, അതായത് മറ്റ് വലിയ ഓഫ് റോഡ് വണ്ടികളിലൊന്നും ഞാൻ കാണാത്ത, അതായത് ഈ അടുത്ത് ഏകദേശം ഇതിന്റെ ഒരു ഷേപ്പിൽ ഇറങ്ങിയ വണ്ടിയാണല്ലോ നമ്മുടെ താർ റോക്സ് എന്ന് പറയുന്നത്. അതിൽ പോലും അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു വണ്ടികളും കാണാത്ത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ കണ്ടതാണ് ഇതിന്റെ ഉള്ളിൽ ഈ കാണിച്ചിട്ടുള്ള ഓരോ ചാനലുകൾ, ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഓരോ റെയിലുകൾ. അത് ശരിക്കും ഞാൻ ഭയങ്കര ഒരു ഇമ്പ്രസ്ഡ് ആയി ആ കാര്യത്തിൽ. കാരണം വണ്ടി എന്തെങ്കിലും വല്ല ബോഡി റോളിംഗ് നടന്ന് വലിയ ഇഷ്യൂസ് ഉണ്ടായാൽ, ബോഡി റോളിംഗ് മീൻസ് വല്ല ക്ലൈംബിങ്ങിന്റെ ഇടയിൽ വല്ല ഇഷ്യൂസ് ഉണ്ടായാൽ, മേ ബി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഫുൾ സെറ്റപ്പ്. അതായത് ഞാനൊക്കെ റാലി കാറിന്റെ ഉള്ളിലാണ് ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. റാംഗ്ലറിന്റെ ഉള്ളിൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീൽ ആയി. കാരണം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സേഫ്റ്റി ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ദെൻ എയർ ബാഗ്സ് വരുന്നുണ്ട്. കാരണം റാംഗ്ലർ എന്ന് പറയുമ്പോൾ പക്ക ഓഫ് റോഡിന്
ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ലക്ഷൂറിയസ് ഫീച്ചേഴ്സോട് കൂടെ എന്നാൽ ഫാമിലി ലോങ് ട്രിപ്പിന് ഹൈവേയിലൂടെ പോകാനും അതിനെ ക്രൂസ് ചെയ്ത് പോകാനുള്ള ഫീലും എല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ അത്രയും ഭയങ്കര കംഫർട്ടബിലിറ്റി കൊടുത്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ജീപ്പ് റാംഗ്ലർ എന്ന് പറയുന്നത്. സോ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സുകൾ, അതായത് ഇനി നമ്മൾ അടുത്തത് നമ്മുടെ മോണ്ടോറോയിലേക്ക് കിടക്കാൻ പോവാണ്. മോണ്ടോറോയുടെ കാര്യങ്ങളാണ് ഇനി അടുത്ത് പറയാൻ പോണേ. അപ്പം അതിന്റെ ഫീച്ചേഴ്സും കൂടെ നിങ്ങൾക്ക് കാണാം. സോ നമുക്ക് അടുത്ത കാറിലേക്ക് പോവാം. SUV കാറുകളുടെ എന്തൂസിയാസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ജപ്പാൻ മിറ്റ്സുബിഷി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ താഴെ കൊണ്ടുവന്ന അവര് ബിൽഡ് ചെയ്തെടുത്ത ഒരു ലെജൻഡറി വാഹനമാണ് മിറ്റ്സുബിഷി മോണ്ടേറോ എന്ന് പറയുന്നത്. ഈ വാഹനം 3.2 ലിറ്റർ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിൻ 2008 മോഡലാണ് വരുന്നത്. ഈ വാഹനവും 4-വീൽ ഡ്രൈവ് ആണ് വരുന്നത്. സോ ഇതിന്റെ ഹെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു HD ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഗ്രില്ലായാലും ഒരു അഗ്രസീവ് ടൈപ്പ് ഗ്രില്ലാണ് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ലുക്കിൽ വരുന്ന ഒരു ഫീച്ചർ എനിക്ക് തോന്നിയത് ശരിക്കും ഒരു മാഫിയ ലുക്ക് കാറാണ് അല്ലേ. ഇതിലൊക്കെ എവിടെയെങ്കിലും നമ്മൾ ചെന്നിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ട് നമുക്ക്. കാരണം ഇതിന്റെ ഒരു മാഫിയ ലുക്ക് അല്ലേ, ഭയങ്കര ലുക്കുള്ള ഒരു വണ്ടിയാണ്. അങ്ങനത്തെ ഒരു ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. ഒപ്പം തന്നെ ഇതിനൊരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോയ്സ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഭയങ്കര എന്താ പറയാ, നമ്മൾ ഹൈവേയിലൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല റോഡ് പ്രസൻസ് തരാൻ ചാൻസ് ഉള്ള അടിപൊളി അലോയ്സ് ആണ് വരുന്നത്. പിന്നെ ഓഫ് റോഡ് വാഹനങ്ങൾക്ക് നോർമലി ഉള്ളതാണ് നമുക്ക് ഈ ഒരു ഫുഡ് റെസ്റ്റ് എന്ന് പറയുന്നത് മുകളിലോട്ട് കയറാനായിട്ട്. പിന്നെ ഇതിന്റെ ഒക്കെ ഒരു പവർ എന്ന് പറഞ്ഞാലും അടിപൊളിയാണ്. കാരണം പിന്നെ ഇതില് പിന്നെ SUV, അതായത് ഒരു SUV ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു SUV ആണ് എന്നുള്ളതിന്റെ ഒരു ഫീല് കംപ്ലീഷന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ റൂഫ് റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റേ സൺഷെയ്ഡ് ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ സൈഡ് ബോഡി ആയാലും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് വണ്ടി വരുന്നത്. അതായത് 2008 മോഡൽ വണ്ടിയാന്ന് ഒരു കാരണവശാലും ഇത് കണ്ടാൽ പറയില്ല നിങ്ങൾ. കാരണം നിങ്ങൾ നമ്മുടെ ഷോറൂമിൽ നേരിട്ട് വന്ന് ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മാനുവൽ വാഹനമാണ് വിത്ത് 4-വീൽ ഡ്രൈവ്. പ്ലസ് നമുക്ക് ഇതിന്റെ സ്പെയർ വീലും എല്ലാ ഓഫ് റോഡ് വാഹനങ്ങൾക്കും നോർമലി വരുന്ന പോലെ തന്നെ റിയറിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് LCയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നത് റിയറിൽ ഇതുപോലെ ടയർ വരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലസ് ഈ വണ്ടികൾക്കൊക്കെ അങ്ങനത്തെ ഉണ്ട്. പിന്നെ റിവേഴ്സ് ലൈറ്റ് ഇതും ചെറിയൊരു മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അലോയ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇനി കൂടുതൽ കാര്യങ്ങൾ, അതായത് കുറച്ചും കൂടെ ഇതിന്റെ അട്രാക്ഷൻ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഔട്ട്ഡോറിൽ കാണുന്ന ഈ ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു മാഫിയ ലുക്ക് ഇതിന്റെ ഇന്റീരിയറിലും ഈ വണ്ടിയുടെ ആള് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഫീല്, അതായത് SUV ഓഫ് റോഡ് വണ്ടിയുടെ ഫീല് തരുന്ന ആദ്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു ഇങ്ങനെ കയറുമ്പോൾ പിടിക്കാവുന്ന ഒരു ഹാൻഡ് റെയിൽ എന്ന് പറയുന്നത്. ദെൻ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇവന്റെ ഒരു ഫീൽ എന്ന് അറിയണ്ട സ്റ്റാർട്ടിങ്ങിന്റെ. യെസ്, ഓ സ്മൂത്ത് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്താണ്. പക്ഷെ നമ്മൾ നേരത്തെ റാംഗ്ലറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഷെയ്ക്ക് ഉണ്ട്. ആ ഷെയ്ക്ക് ഇതിന് അല്പം കൂടുതലുണ്ട്. കാരണം റാംഗ്ലറിന് അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തീരെ ഉണ്ടാവില്ല. പക്ഷെ ഇതിനും തമ്മിലുള്ള റേറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. കാരണം ആ വണ്ടി ഇറങ്ങുന്നത് അത് ഒരു പ്രീമിയം ലെവൽ, ഒരു പ്രോ പ്രീമിയം ലെവലിലൊക്കെ ഇറങ്ങുന്ന വണ്ടിയാണ്. ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ പ്ലസ് എഞ്ചിൻ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് നിൽക്കണേ. പ്ലസ് AC നമുക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം AC കൂളായി വരുന്നു. നമ്മളിപ്പോൾ ഓൾറെഡി നല്ല വെയിലത്ത് വന്നിട്ടാണ് ഈ ഷൂട്ടൊക്കെ നടക്കുന്നത്. പിന്നെ ഇതിന്റെ ഇന്റീരിയറിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പുറമെന്ന്, അതായത് ഔട്ട്ഡോറിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ എക്സ്റ്റീരിയറിൽ കാണിക്കുന്ന ഒരു മാഫിയ ഒരു ലുക്ക് എന്ന് പറയണത് അത് തന്നെ ഇന്റീരിയറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു സീറ്റിന്റെ ഒരു ഡുവൽ ടോൺ സീറ്റാണ് ഇത് വരുന്നത്. അപ്പൊ ഈ ഒരു ഷെയ്ഡും പ്ലസ് ബ്ലാക്ക് ഷെയ്ഡിലും വരുന്ന ഒരു പ്രത്യേക ഒരു ഭംഗി, അതായത് നമ്മളിപ്പോ പുറമെന്ന് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ വണ്ടിയുടെ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഇന്റീരിയറിൽ നോക്കുമ്പോഴും ഈ സീറ്റ് പെട്ടെന്ന് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെടാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലുക്ക്, ആ ഒരു ഹീറോ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്റീരിയർ കംപ്ലീറ്റും ഒരു ബ്ലാക്ക് ടോണിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ 4-വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു 4-വീൽ ഡ്രൈവ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ക്ലൈംബിംഗ് എന്ന് പറയുന്നത് ഈ മിറ്റ്സുബിഷിയുടെ കാര്യങ്ങൾ പിന്നെ പറയണ്ടല്ലോ. ഇതിന്റെ തന്നെ ഒരു ബ്രദറിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ പജീറോ എന്ന് പറയുന്ന പുലി. അപ്പൊ പജീറോയുടെ കാര്യങ്ങളൊന്ന് എല്ലാവർക്കും ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. പക്ഷെ മോണ്ടേറോ അത്യാവശ്യം ഭയങ്കര കാണാനായിട്ട് ഭയങ്കര അഗ്രസീവ് സ്റ്റൈലുള്ള ഒരു വണ്ടിയും കൂടിയാണ് ഈ മോണ്ടേറോ എന്ന് പറഞ്ഞത്. അതിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ, ഭയങ്കര ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ബ്ലാക്ക് കളർ മോണ്ടേറോ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഇന്റീരിയറിൽ വരുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസുകൾ കുറച്ച് ഈ സൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കയറിയ 2008 മോഡൽ വാഹനമാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം അത്രയും മാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അന്നേ ഡിസൈൻ ചെയ്തിട്ടുള്ള ഭയങ്കര ഒരു ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഒരു ന്യൂലി ലുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഇന്റീരിയർ അന്ന് തന്നെ
മിറ്റ്സുബിഷി ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിൽ സെക്കൻഡ് റോയില് ലോങ് സീറ്റ് വരുന്നുണ്ട്, നല്ല കംഫർട്ടബിൾ സീറ്റ്. അതിന്റെ ബാക്കിലും നമുക്ക് സീറ്റിംഗ് പൊസിഷൻസ് ഉണ്ട്. പിന്നെ AC വരുന്നത് ബാക്കിൽ ഈ ഒരു പൊസിഷനിലാണ് AC-യുടെ അടുത്തത് നമ്മൾ AC കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് സീറ്റൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് സീറ്റ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പവർ വിൻഡോസ് വരുന്നുണ്ട്, ലോക്ക് വരുന്നുണ്ട്, പിന്നെ ഗ്ലാസ് ചേഞ്ച് ചെയ്യാം, മീൻസ് ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ പിന്നെ നോർമലി പവർ സ്റ്റിയറിംഗ് ആണ് വരിക. പവർ വിൻഡോസും AC-യും ഇതൊക്കെ അന്ന് കാലം തൊട്ട് തന്നെ മിത്സുബിഷി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അവര് ബേസിക് ഫീച്ചേഴ്സ് തൊട്ട് തന്നെ അവർ കൊടുക്കണ്ടായിരുന്നു. സോ മിത്സുബിഷിയുടെ ഒരു ഫീൽ എന്ന് പറയുന്നത് ലാൻസർ ഓടിച്ചവർക്കും പജീറോ ഓടിച്ചവർക്കും ഒക്കെ അറിയാം. അതിന്റെ തന്നെ കട്ട പിടിക്കുന്ന രീതിയിൽ തന്നെയാണ് അവര് ഈ ഒരു മോണ്ടറോനെയും അവർ ഇറക്കിയിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇന്റീരിയറിലെ വിശേഷങ്ങൾ. സോ this is the explanation video of this 2 off-road kings. സോ ഇതിൽ ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോറൂമുമായി ബന്ധപ്പെടുക. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇതിന്റെ രണ്ടിന്റെയും രജിസ്ട്രേഷൻ നമ്പറാണ്. അതായത് നമ്പർ ഇതിന് 8811 ഫാൻസി നമ്പർ തന്നെയാണ്. പ്ലസ് ഇതിനാണെങ്കിൽ 2777, അതും 7 നമ്പർ എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന നമ്പറും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. സോ അതൊരു 2777 നമ്പർ, ഇതും ഒരു ഫാൻസി നമ്പറാണ്. സോ ഈ വാഹനങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിയുക നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ഷോറൂമിൽ, ഞാനിതിന്റെ ലൊക്കേഷൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ എറണാകുളം സൈഡിൽ നിന്ന് വരുന്നവർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ടോൾ പ്ലാസ കഴിഞ്ഞ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ, അതായത് മരത്താക്കര സിഗ്നലിന് മുന്നായിട്ട് നമ്മുടെ ഷോറൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ നമ്മുടെ ഷോറൂമിൽ ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്ത് ഈ വാഹനങ്ങളെല്ലാം ഡ്രൈവ് ചെയ്ത് നിങ്ങൾ ഇതിന്റെ ഒരു പവറും അതിന്റെ ക്വാളിറ്റിയും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഇതിന്റെ ഫുൾ സർവീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വാഹനം വാങ്ങാൻ പറ്റുക, ലോൺ സൗകര്യങ്ങളുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡയറക്റ്റ് കാർ ക്ലബിന്റെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ 2 ലെജൻഡറി ആയിട്ടുള്ള വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താഴെ കാണുന്ന സബ്സ്ക്രൈബർ ബട്ടൺ എന്തായാലും അമർത്തണം. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ചെക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പ്രീമിയം വാഹനങ്ങളുടെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏത് വാഹനത്തിനെ കുറിച്ച് അറിയാനാണോ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ വാഹനത്തിനെ പറ്റിയിട്ടൊന്ന് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ആ വാഹനം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. So thank you for watching. Bye.